വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഒരുപാട് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. തൻ്റെ ബിസിനസ് തന്ത്രങ്ങളിലും ഭീഷണിയിലും വഴങ്ങി താൻ നൽകുന്ന എല്ലാ കടലാസുകളിലും ഒപ്പുവെച്ച് സെലൻസ്കി മടങ്ങുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നം കണ്ടത്. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നൽകിയ വാഗ്ദാനമായിരുന്നു എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നും ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്നും. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു വാക്കായിരുന്നു. തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിനും അതുവഴി ലോകരാജ്യങ്ങളിൽ തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് വ്ളാദിമിർ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ വ്ളാദിമിർ സെലൻസ്കിയുടെ വരവ് ട്രംപിന് ക്ഷീണമുണ്ടാക്കുകയാണ് ചെയ്തത്. ലോക പോലീസായി സ്വയം അവരോധിച്ച അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ അമേരിക്കൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ഒരു വിലയും കൽപ്പിക്കാതെ എതിർത്ത് സംസാരിച്ചാണ് സെലൻസ്കി ചർച്ചയിലുടനീളം തിളങ്ങിയത്. അവസാനം ഒരു കൂസലുമില്ലാതെ വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് JD വാട്സും വ്ളാദിമിർ സെലൻസ്കിയെ ലൈവ് ചാനലുകൾക്ക് മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയായിരുന്നു. അശക്തനായതുകൊണ്ട് തങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുമെന്ന ധാർഷ്ട്യമായിരുന്നു രണ്ടുപേർക്കും. അമേരിക്കൻ പ്രസിഡന്റുമായുള്ള വാക്പോരിന് ശേഷം സെലൻസ്കി പറഞ്ഞത്, റഷ്യയുമായുള്ള ഏതെങ്കിലും ഒരു സമാധാന ചർച്ചയ്ക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കടുത്ത സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റുമായി നടന്ന വാക്പോരിൽ ഒരു ക്ഷമാപണത്തിൻ്റെയും ആവശ്യമില്ലെന്നും താനിപ്പോഴും ട്രംപിനെ വിലമതിക്കുന്നുണ്ടെന്നുമായിരുന്നു സെലൻസ്കി വൈറ്റ് ഹൗസ് വിട്ടതിന് ശേഷം പറഞ്ഞത്. സെലൻസ്കി പറഞ്ഞത് ഒരിക്കൽ ട്രംപ് ഉക്രൈൻ ജനതയുടെ പക്ഷത്തായിരുന്നുവെന്നാണ്. വളരെ സെൻസിറ്റീവായ ഉക്രൈൻ ജനതയുടെ പ്രസിഡന്റാണ് താൻ. ഞാൻ എങ്ങനെയാണ് യാതൊരു സുരക്ഷയും ഉറപ്പില്ലാത്ത വെടിനിർത്തൽ കരാർ അംഗീകരിക്കുക എന്നായിരുന്നു സെലൻസ്കി ചോദിച്ചത്. അമേരിക്കയുടെ കൂടെയല്ലാതെ ഉക്രൈന്റെ കൂടെ നിൽക്കുന്ന അമേരിക്കയെ കാണാനാണ് ഉക്രൈൻ ജനത ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ചർച്ചയിൽ ട്രംപ് സെലൻസ്കിയെ വളരെയധികം തരം താഴ്ത്തി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ധീരരായ യുക്രൈനികളല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്നത് എന്നാണ്. അമേരിക്കയുടെ ആയുധവും സൈനികരും ഇല്ലായിരുന്നുവെങ്കിൽ 2 ആഴ്ചക്കപ്പുറം ഈ യുദ്ധം നീളുമായിരുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്ക്. മാത്രമല്ല $350 മില്യൺ സാമ്പത്തിക സഹായവും അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയോട് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കണമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. അമേരിക്ക ഇല്ലായിരുന്നുവെങ്കിൽ റഷ്യക്ക് നേരെ കളിക്കാൻ ഒരു കാർഡും ഇല്ലാതിരുന്ന യുക്രൈൻ എന്നിട്ടും പറയുന്നു ഞങ്ങൾക്ക് വെടിനിർത്തൽ സ്വീകാര്യമല്ല എന്ന്. സത്യത്തിൽ ട്രംപ് സെലൻസ്കിയെ തീരെ ചെറുതാക്കുകയും പരിഹസിക്കുകയുമായിരുന്നു ചെയ്തത്. എന്നിട്ടും അമേരിക്കയുടെ കളിയിൽ സെലൻസ്കി വീണില്ല എന്നതാണ് സത്യം. 2ാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ കരയിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇസ്രായേൽ പ്രതിനിധി സംഘം ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ചയിലെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടിയാലോചനകൾ നടത്താനായി ഇസ്രായേൽ തിരിച്ചെത്തി. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഹമാസ് ആവശ്യപ്പെട്ടു. ഹമാസ് പുറത്തിറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഹമാസ് ആവർത്തിച്ചു പറയുന്നത്, ഹമാസ് ഏതവസരത്തിലും കരാറിലെ മുഴുവൻ വ്യവസ്ഥകളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നാണ്. ഹമാസ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്, വെടിനിർത്തലിന്റെ ഓരോ ഘട്ടത്തിലുള്ള വ്യവസ്ഥകളും നടപ്പിലാക്കാൻ ഹമാസ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. അതോടൊപ്പം അധിനിവേശ സയനിസ്റ്റ് ഭരണകൂടത്തിനോട് കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാനും 2ാം ഘട്ടത്തിലേക്ക് യാതൊരു സന്ദേഹവും മടിയും കൂടാതെ കടന്നുവരുവാനും അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ്. അതേസമയം തകർക്കപ്പെട്ട ഫലസ്തീനിലെ മണ്ണിലെ അവശേഷിക്കുന്ന ഏതാനും ചില പള്ളികളിൽ എല്ലാവിധ ത്യാഗങ്ങൾക്കോ നടുവിലും ഫലസ്തീൻ ജനത റംസാനിലെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടി. 2ാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായാൽ മാത്രമേ ബാക്കി വരുന്ന ബന്ദികളുടെ ഡെഡ് ബോഡികളെയും കൈമാറാനും അതേ നിലയിൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് തിരികെ കൊണ്ടുവരാനും കഴിയും. മാത്രമല്ല ബന്ദിമോചനവും പ്രിസണേഴ്സ് എക്സ്ചേഞ്ചും കഴിഞ്ഞ് സൈന്യത്തിന്റെ പിൻവാങ്ങലും സാധ്യമായാൽ മാത്രമേ ഗസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ. ഈ റംസാനിലെങ്കിലും ഇത്തിരി സമാധാനത്തോടെ നോമ്പനുഷ്ഠിക്കാനും പുതിയ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാനും ഫലസ്തീനികൾക്കാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.